ഇന്ത്യയിൽ ഓരോ സെക്കൻഡിലും 2 പേർ വീതം ബിരിയാണി ഓർഡർ ചെയ്യുന്നെന്നാണ് ഓൺലൈൻ ഭക്ഷണവിതരണ കമ്പനികളുടെ വാർഷിക റിപ്പോർട്ടിൽ വന്ന കാര്യം. 2024-ൽ ഏറ്റവും അധികം ഓർഡർ ചെയ്യപ്പെട്ട ഭക്ഷണമാണ് ബിരിയാണി. ചില ബിരിയാണി വിശേഷങ്ങൾ അറിഞ്ഞാലോ? കേരളത്തിൽ സുലഭമായി കിട്ടുന്ന ബിരിയാണിക്ക് എന്താണു വില? പലയിടത്തും പല വിലയായിരിക്കും. എന്നാൽ ലോകത്തെ ഏറ്റവും വില കൂടിയ ബിരിയാണിയുടെ വിലയെത്രയാണെന്നറിയാമോ? പ്ലേറ്റിന് 2000 രൂപയോളം വരും. ദുബായിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് നൽകുന്ന ഈ ബിരിയാണിയുടെ പേര് റോയൽ ഗോൾഡ് ബിരിയാണി. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇതിൽ ഭക്ഷ്യയോഗ്യമായ സ്വർണ്ണമൊക്കെയുണ്ട്. 3 കിലോയോളം ചോറുൾപ്പെടുന്നതാണ് ഈ ബിരിയാണി. ലോകത്തിലെ ഏറ്റവും വലിയ ബിരിയാണിയുടെ ആകെ ഭാരം എത്രയെന്ന് അറിയുമോ? 1400 കിലോ വരും ഇത്. 2008-ൽ ന്യൂഡൽഹിയിലാണ് ഈ വമ്പൻ ബിരിയാണി ഉണ്ടാക്കിയത്. 60 പാചകക്കാർ ന്യൂഡൽഹി സ്പോർട്സ് സ്റ്റേഡിയത്തിലൊരുക്കിയ വലിയ പാത്രങ്ങളിലാണ് ഇത് തയ്യാർ ചെയ്തത്. 3 അടി പൊക്കമുള്ള ഫർണസിലായിരുന്നു ബിരിയാണി തിളച്ചത്. അഗ്നിരക്ഷ നൽകുന്ന പ്രത്യേക വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പാചകക്കാർ അണിനിരന്നത്. പാത്രത്തിന് 16 അടി പൊക്കമുണ്ടായിരുന്നു. 3000 കിലോ ബസ്മതി അരി, 85 കിലോ മുളക്, 1200 ലിറ്റർ എണ്ണ, 3650 കിലോ പച്ചക്കറികൾ എന്നിവ ഇതിനായി ഉപയോഗിച്ചു. 6 മണിക്കൂർ സമയം ഈ മെഗാ ബിരിയാണിയുടെ പാചകത്തിനായി വേണ്ടിവന്നു. 86 കിലോ ഉപ്പും ഇതിലേക്കിട്ടു. ബിരിയാണിയിലേക്ക് 6000 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്. ഇത് ഹോസ് വച്ചാണ് ഒഴിച്ചത്. അരിയും മറ്റു വസ്തുക്കളും ബിരിയാണിയിലേക്ക് ഇടാനായി ക്രെയിനും ഉപയോഗിച്ചിരുന്നു. ബിരിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എന്ന പേര് വന്നതെന്നു കരുതുന്നു. പാകം ചെയ്യുന്നതിനു മുൻപ് വറുക്കുക എന്നതാണ് ബിരിയാൻ എന്ന വാക്കിന്റെ അർത്ഥം. അരിയെന്ന് അർത്ഥം വരുന്ന ബിരിഞ്ച് എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി എത്തിയതെന്നും പറയപ്പെടാറുണ്ട്. എന്നാൽ ഷാജഹാൻ ചക്രവർത്തിയുടെ പത്നി മുംതാസ് മഹലാണ് ബിരിയാണി തയ്യാറാക്കാൻ കാരണമായതെന്നും ഒരു കഥയുണ്ട്. ഒരിക്കൽ മുഗൾ സൈന്യത്തിന്റെ പട്ടാള ബാരക്കുകൾ സന്ദർശിച്ച മുംതാസ് പട്ടാളക്കാർ ആകെ അനാരോഗ്യരായിരിക്കുന്നത് ശ്രദ്ധിച്ചു. മതിയായ പോഷകാഹാരത്തിന്റെ കുറവാണ് ഇതെന്നു മനസ്സിലാക്കിയ മുംതാസ് ഇറച്ചിയും ചോറും സുഗന്ധദ്രവ്യങ്ങളും ഇടകലർത്തി രുചികരമായ സമീകൃത ആഹാരമുണ്ടാക്കാൻ പാചകക്കാർക്ക് കൽപ്പന നൽകി. ഇങ്ങനെയാണ് ഇന്ത്യയിൽ ബിരിയാണി തുടങ്ങിയതത്രേ. ലിസി കോലിങ്ങാമിനെപ്പോലുള്ള ചരിത്രകാരന്മാർ ബിരിയാണി മുഗൾ രാജവംശത്തിന്റെ അടുക്കളയിലാണ് ആദ്യമായി പിറന്നതെന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിലാണ് ആദ്യമായി ബിരിയാണി ഉണ്ടായതെന്നു പ്രതിഭ കർണിനെപ്പോലെയുള്ള എഴുത്തുകാർ പറയുന്നു.